ഇപ്പോൾ ഈ ജഡ്ജി കോടതി നടപടി തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ലിസ്റ്റിലുള്ള കേസുകൾ കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റി, അതായത് ഇന്നത്തെ ലിസ്റ്റിലുള്ള കേസുകൾ കഴിഞ്ഞ് പരിഗണിക്കാനായി കേസുകൾ മാറ്റി, ഇതിൽ ഈ നടിയെ ആക്രമിച്ച കേസ് മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം മാത്രമാണ്, പ്രത്യേകിച്ച് കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന ഒരു വാദമായതിനാലാവാം ഒരുപക്ഷെ ഇന്ന് ലിസ്റ്റിലുള്ള കേസുകൾ എടുത്ത ശേഷം മാത്രമേ ഈ കേസ് പരിഗണിക്കുന്നുള്ളൂ എന്ന് മനസ്സിലായത്. ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്പം മുമ്പ് ദിലീപ് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് തൻ്റെ പാസ്പോർട്ട് കോടതിയിൽ കസ്റ്റഡിയിലുള്ള തൻ്റെ പാസ്പോർട്ട് ആവശ്യപ്പെട്ടാണ് ദിലീപ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായായിരുന്നു ഈ പാസ്പോർട്ട് ദിലീപ് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നത്. ഈ തൻ്റെ പാസ്പോർട്ട് തിരികെ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ദിലീപ് കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചത്. സ്വാഭാവിക നടപടിയാണ്. കുറ്റമുക്തനായപ്പെട്ടതോടുകൂടി തന്നെ പിന്നെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി സറണ്ടർ ചെയ്ത പാസ്പോർട്ട് അത് തടഞ്ഞു വയ്ക്കാൻ കോടതിക്ക് സാധിക്കില്ല. അതൊരു സ്വാഭാവിക നടപടിയാണ്. അപ്പോൾ ആ നടപടിയിൽ പാസ്പോർട്ട് വിട്ടു നൽകുകയും ചെയ്തു. അതുപോലെ അത്തരമൊരു ഹർജി കൂടി ഇപ്പോൾ അല്പസമയം മുമ്പ് ദിലീപ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ജഡ്ജി കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിഗണിച്ച ശേഷം മാത്രമാകും ഈ നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിന്മേലുള്ള വാദം ആരംഭിക്കുക. പ്രത്യേകിച്ച് വളരെ സമയം നീണ്ടു നിൽക്കുന്ന ഒരു വാദമായതിനാലാവാം, അല്ലെങ്കിൽ അങ്ങനെ നോക്കി കണ്ടിട്ടാവാം ഒരുപക്ഷെ ജഡ്ജി ആദ്യം മറ്റ് കേസുകൾ എടുത്ത് വിട്ട ശേഷം മാത്രം ഈ കേസ് എടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് കേസുകൾ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഈ കേസിലേക്ക് എത്തുക. അജിംസ്, ശരി. എന്തായാലും ഈ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യമൊന്നും ഇപ്പോൾ ഇല്ല. മറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കേസുകൾക്ക് ശേഷം ആയിരിക്കും ഇന്ന് പരിഗണിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഈ വിധിന്യായം പുറത്തു വരുമെന്ന ഒരു ഉറപ്പും ഇപ്പോൾ പറയാൻ കഴിയില്ല. വാദം ഏതോ സമയത്ത് ഇന്ന് നടക്കും. അതിനുശേഷം ആയിരിക്കും, മറ്റൊരു ദിവസമായിരിക്കാം ഒരുപക്ഷെ ശിക്ഷാവിധി ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിതിനിലേക്ക് വീണ്ടും. നിതിൻ, അപ്പോൾ ഇന്ന് ശിക്ഷാവിധി പ്രതീക്ഷിക്കേണ്ട, ജഡ്ജ്മെന്റ് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട? അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. ശിക്ഷാവിധിമേലുള്ള വാദം കഴിഞ്ഞ് അന്ന് തന്നെ ഒരുപക്ഷെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ ചുരുക്കം ചില കേസുകൾ മാത്രമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പിന്നെ ഈ പ്രതികളുടെ ഒരു സുരക്ഷ കണക്കിലെടുത്തും വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇവരെ നിരന്തരമായി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് ഒരുപക്ഷെ ഇന്ന് ശിക്ഷ വിധിച്ചാൽ ചിലപ്പോൾ വിധിക്കുമായിരിക്കുമെന്നൊരു കാര്യം അഭിഭാഷകർക്ക് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ഏതായാലും ഇന്ന് ശിക്ഷാവിധി, പക്ഷേ പ്രത്യേകിച്ച് ഇനിയും ഈ ലിസ്റ്റിലുള്ള കേസുകളൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് വീണ്ടും നീണ്ടുപോകും എന്നൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്ന് ഈ ശിക്ഷാവിധി വരും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഈ അഭിഭാഷകർക്കടക്കം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ജഡ്ജി കോടതിയിലെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ആദ്യം തന്നെ ഈ കേസ് എടുത്ത് പിന്നീട് പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നു. അതായത് ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് കേസുകളെല്ലാം പരിഗണിച്ച ശേഷം മാത്രം ഈ കേസിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനമാണ് ജഡ്ജി എടുത്തിരിക്കുന്നത്. അത് ഈ 6 പ്രതികൾക്കും പറയാനുള്ളത് ദീർഘനേരം കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം അത്തരമൊരു കാര്യത്തിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഈ വാദം ശിക്ഷാവിധിയിലുള്ള വാദം ഉച്ചയ്ക്ക് അവസാനിക്കുമെന്നാണ് നമ്മൾ നേരത്തെ കരുതിയതെങ്കിൽ ഒരുപക്ഷെ അത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അത് ആരംഭിക്കാൻ പോലും സാഹചര്യമുള്ളൂ. എപ്പോൾ ഇത് ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുമില്ല. ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ട കേസുകൾക്കെല്ലാം ശേഷമായിരിക്കും അത് ആരംഭിക്കുക. അപ്പോൾ അതൊരുപക്ഷെ വൈകുന്നേരം വരെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ന് ഈ ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജഡ്ജ്മെന്റ് ഓർഡറും ഈ ശിക്ഷാവിധിയുടെ പകർപ്പും ഇന്ന് പുറത്തു വരാനും സാധ്യതയില്ല. അപ്പോൾ അതിന് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ നാളെ റിസൾട്ട് ആയതുകൊണ്ട്, ഇലക്ഷൻ്റെ റിസൾട്ട് ആയതുകൊണ്ട് നാളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും കോടതി അതിനുവേണ്ടി കണ്ടെത്തുക. അജിം സാദ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വാർത്താ പ്രാധാന്യം ഇന്ന് ഈ കേസിലില്ല എന്ന് സത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കോടതിയിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടമായിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമാണുള്ളത്. മറ്റ് ആളുകളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ കേസിന് ദേശീയ ശ്രദ്ധ വലിയ തോതിൽ കിട്ടാനൊരു സാഹചര്യം ഉണ്ടായത് ദിലീപ് എന്ന പേരായിരുന്നു. 8ാം പ്രതിയായ ദിലീപിൻ്റെ പേരായിരുന്നു ഈ കേസിന് വലിയ തോതിലുള്ള ദേശീയ ശ്രദ്ധ കിട്ടാനൊരു കാരണമായിരുന്നു. പക്ഷേ ആ ദിലീപ് ഈ കേസിൽ നിന്നും പുറത്തു പോകുന്നതോട് കൂടി തന്നെ പിന്നീട് ആ വാർത്തയുടെ ഒരു പ്രാധാന്യം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. വാർത്തയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ദിലീപ് ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞതാണ്. അതായത് ഇതിൽ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം, മലയാളികളെ ആകെ ഞെട്ടിച്ചൊരു സംഭവം, വളരെ ദാരുണമായൊരു സംഭവമാണ്. അപ്പോൾ പക്ഷേ ദിലീപ് ഇല്ലാത്തത് കൂടി തന്നെ വലിയ തോതിലൊരു ജനക്കൂട്ടം അല്ലെങ്കിൽ അതൊക്കെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ആദ്യം തന്നെ ഈ കേസ് എടുത്ത് ആദ്യം തന്നെ ഒഴിവാക്കണമെന്ന് വലിയ തോതിൽ സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് പോലീസ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ കേസെടുത്ത് ആദ്യം തന്നെ ഇതിൽ ഒറ്റ വാചകത്തിൽ വിധി പ്രസ്താവിച്ച്
ഈ പ്രതികളെ അടക്കം വിയൂർ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തത്. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ കോടതിയിൽ നിലനിൽക്കുന്നില്ല. ഈ 6 പ്രതികളെ കോടതിക്കകത്ത് എത്തിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ജനക്കൂട്ടമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് പിന്നീട് പതുക്കെ എടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് ജഡ്ജി നിലവിൽ എത്തിയിരിക്കുന്നത്. ലിസ്റ്റിൽ എഴുതപ്പെട്ട കേസുകളൊക്കെ തന്നെ പരിഗണിച്ച ശേഷം അതിനുശേഷമായിരിക്കും ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം തുടങ്ങുക. അജിംസ്. ശരി, അപ്പോൾ ഇന്ന് വിധിന്യായം പുറത്തു വരും എന്ന ഒരു നിർബന്ധവുമില്ല, വന്നേക്കാം. എന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട കേസുകൾക്ക് ശേഷമാണത് പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.